ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, മോര് കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ml തൈരാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈരാണ് കേട്ടോ. നമ്മൾ മോര് കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ തീരെ പുളിയില്ലാത്ത തൈര് എടുക്കരുത്. ഒരു ലേശം പുളിയുള്ള തൈരാകുമ്പോഴാണ് മോര് കറി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ക്രീമി ആക്കി എടുക്കണം. അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയിട്ട് അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞതാണ്. പിന്നെ ഒരു 3 പച്ചമുളക്. നമുക്ക് എന്തോരം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതെല്ലാം മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വറ്റൽമുളകും ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ടി കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിച്ച് ഒരു 1-2 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കാനായിട്ട് പാടില്ല, കാരണം തിളച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ തിളപ്പിക്കാതെ ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി റെഡിയായി. പിന്നെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നമുക്ക് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു മോരുകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.